അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണവാൻ നബി മുത്തുരത്നമോ? അനുകമ്പാ ദശകത്തിൽ ശ്രീനാരായണ ഗുരു മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞ വരികളാണിത്. തിരുജീവിതം അനേകം മനുഷ്യരിൽ സ്വാധീനിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ വരികൾ. ഈ ഒരു കാലഘട്ടത്തിൽ നാം എവിടേക്കാണോ മാതൃകകളെ തിരയുന്നത്? വല്ല സോഷ്യൽ മീഡിയ താരങ്ങളിലോ സിനിമാ നടന്മാരിലോ ആണോ? അല്ല. ഭൗതിക ജീവിത വിരാമത്തിന് ശേഷം ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്ന, പഠിക്കപ്പെടുന്ന, സൂക്ഷ്മം വീക്ഷിക്കപ്പെടുന്ന ജീവിതം വേറെ ആരുടേതാണുള്ളത്? സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ലോകം തിരുനബിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ തിരുനബി മാതൃകകൾ എന്ന വിഷയത്തിൽ അല്പം ചിന്തകൾ ഞാൻ പങ്കുവെക്കാം. നാഥൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അന്ധകാരനിബിഡമായ 6-ാം നൂറ്റാണ്ടിലെ അധമ ജനതയെ കരകടത്തിയത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്ത അറിവിന്റെ വെളിച്ചമായിരുന്നു. കള്ളും പെണ്ണും പ്രതാപവും അഭിമാനമായി കൊണ്ട് നടന്നിരുന്ന ജാഹിലികൾ, ജീവിതത്തിന്റെ ലക്ഷ്യബോധമില്ലാതെ ദിശ അറിയാതൊഴുകി നടക്കുന്നവർ, പ്രവാചകനും വിശുദ്ധ ഖുർആനും അവർക്ക് വഴികാട്ടികളായി. അവരെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക തനിമയുടെ ഉത്തുംഗതയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ആ കഥകളൊക്കെ നാം ഒരുപാട് കേട്ടിരിക്കാം. അതുകൊണ്ട് ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത്. നബിതങ്ങളിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് കാലാതിവർത്തിയായ ഖുർആനിലൂടെ കാലാതിവർത്തിയായ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് തീർച്ചപ്പെടുത്തലാണ്. ചലനത്തിൽ, നിശ്ചലനത്തിൽ, ഉറക്കിൽ, ഉണർവിൽ, സംസാരത്തിൽ, ഇടപഴക്കത്തിൽ ഏതിലാണ് തിരുനബി മാതൃക ഇല്ലാത്തത്? അവിടുന്ന് മൊഴിയുന്ന ഓരോ വാക്കുകളിലും, മൗനം പാലിക്കുന്ന ഇടങ്ങളിൽ പോലും ആ ജീവിതം ഒപ്പിയെടുത്ത് സ്വജീവിതത്തിൽ പകർത്തിയ അനുചര വൃന്ദ മാതൃകാ ജീവിതം വരച്ചിടാനുണ്ട്. ആയിഷ ബീവി പറയുന്നു, നബി തങ്ങളുടെ ജീവിതം ഖുർആനായിരുന്നു. കരുണ കലർന്ന സ്വഭാവം. നബി തങ്ങളിൽ പരുഷ സ്വഭാവമില്ലെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. മാനിനോടും മരങ്ങളോടും, എന്തിനേറെ ശത്രുവിനോട് പോലുമുള്ള നബി തങ്ങളുടെ ഇടപഴക്കത്തിന്റെ സൗന്ദര്യം ചരിത്രങ്ങളിൽ നിന്ന് വായിക്കാനാകും. മിതത്വമായിരുന്നു തിരുമാതൃക. നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിൽ 3-ൽ കൂടുതൽ പ്രാവശ്യം വുളു അധികരിപ്പിക്കരുതെന്നും ഒന്നും അധികമാവാതെ ആവശ്യവും അനാവശ്യവും തിരിച്ചറിയണമെന്നും തിരുപാഠങ്ങൾ തന്നെ. ഒരു കിളിയെ വേട്ടയാടുന്നതും ആവശ്യമില്ലാതെ മരങ്ങൾ വെട്ടിമുറിക്കുന്നതും ഭൂമി മലിനീകരിക്കരുതെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അന്ത്യനാൾ അടുക്കട്ടെ, എന്നാലും നിങ്ങളുടെ കയ്യിലുള്ള തൈകൾ നട്ടുപിടിപ്പിച്ച് ഈ ഭൂമിയെ സംരക്ഷിക്കണം. അനാഥരെ സഹായിക്കുകയും അശരണരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നബി കുട്ടികളോട് വാത്സല്യപൂർണ്ണം പെരുമാറും. യാചകനെ അകറ്റാതെ സമ്പന്നന് ദാനധർമ്മം പഠിപ്പിച്ചു കൊടുത്ത നബി. അടിമയ്ക്കും ഉടമയ്ക്കുമുള്ള മര്യാദകൾ സ്വജീവിതത്തിൽ നിന്ന് തന്നെ പകർന്നു കൊടുത്ത നബി. തൻ്റെ സന്താപത്തിലും സന്തോഷത്തിലും പടച്ച റബ്ബിനെ ഓർക്കുക എന്ന് പഠിപ്പിച്ച നബി. ദിവ്യ സന്ദേശത്തിന്റെ ആദ്യ ദിനത്തിൽ പരവശനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യ ഖദീജ ബീവി പുകഴ്ത്തിയത് ഈ വരികൾ കൊണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ബെർനാഡ് ഷയുടെ വാക്കുകൾ പ്രസക്തമാണ്. മാനവികതയുടെ തോഴനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ ഈ ഭൂമിയുടെ അധികാരം ഏൽപ്പിച്ചാൽ സർവരും രക്ഷപ്പെടും. ഇങ്ങനെ എത്ര പേരാണ് മുത്തുനബിയെ പുകഴ്ത്തിയത്? മൈക്കിൾ എച്ച് ഹാർട്ട് താൻ പ്രസിദ്ധീകരിച്ച 3 പേരുടെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ ആദ്യമായി കൊണ്ടുവന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന പേര് കരസ്ഥമാക്കിയ നബി. അങ്ങനെയുള്ള ആ നബിയെ സ്വജീവിതത്തിൽ റോൾ മോഡലാക്കി ജീവിക്കാൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.